ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖായിരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ ക്രാഫ്റ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പ്രിങ്കിൾസിൻ്റെ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ടിന്നൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടിഷ്യൂ പേപ്പറിൻ്റെ ഒക്കെ റോൾ ഉണ്ടല്ലോ, കുറച്ചൊരു വണ്ണത്തിലുള്ള, അപ്പോൾ അതൊന്നും എടുത്താൽ മതി. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കൊറിഗേറ്റഡ് കാർഡ്ബോർഡാണ്. അപ്പോൾ അതായത് നമ്മൾ സാധാരണ ഒരു കാർഡ്ബോർഡിൻ്റെ മേലുള്ള ഒരു ലെയർ പൊളിച്ച് മാറ്റുമ്പോൾ കിട്ടുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ ഒരു പ്രിങ്കിൾസിൻ്റെ ടിന്നിൻ്റെ ആ ഒരു സെയിം സൈസിലൊന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് കവർ ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രിങ്കിൾസിൻ്റെ ടിന്നിൻ്റെ രണ്ട് സൈഡിലുള്ള ഒരു മെറ്റലിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഭാഗം ഇങ്ങനെ പുറത്ത് കാണുന്ന രീതിയിൽ നമ്മൾ കവർ ചെയ്യേണ്ടത്. അപ്പോൾ അത് നോക്കി നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതൊന്നിങ്ങനെ ഒട്ടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം ഗ്ലൂ ഗണ്ണ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മളിവിടെ ഫെവിക്കോൾ ഫുള്ളായിട്ടൊന്ന് ആ ഒരു കാർഡ്ബോർഡിൻ്റെ ബാക്കിലൊന്ന് ആക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ടിന്ന് കറക്റ്റ് അതിലേക്ക് വെച്ചിട്ട് ഒന്ന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ടിപ്പ് നല്ല നീറ്റായിട്ട് തന്നെ വരുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ആ ഒരു മനസ്സിലാവാത്ത രീതിയിൽ ഒട്ടിക്കുക. ഒരു ഡിസൈൻ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കറക്റ്റ് ഭാഗം നോക്കി നമ്മൾ ഒട്ടിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാനിത് ഫുള്ളായിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കളർ ഇനാമൽ പെയിൻ്റ് ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം ആക്രിലിക് പെയിൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ടും റെഡ് കളർ പെയിൻ്റൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊരു നല്ലൊരു ബ്ലഡ് റെഡ് അല്ല കേട്ടോ, വേറൊരു മെറൂൺ പോലത്തെ നല്ലൊരു കളറാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പഴയ CD ആണ്. അപ്പം CD ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാർഡ്ബോർഡ് ഈ ഒരു സൈസിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു CDയുടെ ഒരു സൈഡിലായിട്ട് കുറച്ചിങ്ങനെ ജൂട്ടോട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ജൂട്ടോട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കുന്നില്ല, ഒരു 3 ലെയറായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജൂട്ടോട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം മാക്രേമിൻ്റെ ത്രെഡോ അങ്ങനെ ഏതെങ്കിലും ത്രെഡൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ CDയിൽ ഇപ്പോൾ ജൂട്ടൊക്കെ ഒട്ടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു നടുക്ക് ഭാഗത്ത് ഇങ്ങനെ ഗ്യാപ്പില്ലേ, അപ്പോൾ അവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രിങ്കിൾസിൻ്റെ ടിന്നൊന്നും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ CDയോ അല്ലെങ്കിൽ കാർഡ്ബോർഡോ എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ നടുക്ക് ഭാഗത്ത് ഈ ഒരു പ്രിങ്കിൾസിൻ്റെ ടിന്ന് വെച്ചിട്ട് ബാക്കി ഭാഗത്താണ് കേട്ടോ നമ്മൾ ജൂട്ടൊട്ട് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ ഫെവിബോണ്ട് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രിങ്കിൾസിൻ്റെ ടിന്ന് ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം ഗ്ലൂ ഗണ്ണ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പ്രിങ്കിൾസിൻ്റെ ടിന്നിൻ്റെ ഒരു ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു ഭാഗമല്ല, ആ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗമല്ലേ, ആ ഒരു ഭാഗം ഇങ്ങനെ മേലോട്ട് വരുന്ന രീതിയിലാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ആ CDയിലേക്ക് ആ ഒരു പ്രിങ്കിൾസിൻ്റെ ടിന്നൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. ആ സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സിൽവർ കളർ ഗ്ലിറ്റർ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ഒരു ബാക്ക് സൈഡിൽ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ സിമ്പിളായിട്ടൊരു ഡിസൈൻ വരച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ മേലോട്ടും താഴോട്ടും ഇങ്ങനെ വരുന്ന രീതിയിലൊന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കുറച്ച് നീളത്തിൽ തന്നെ വേണം കേട്ടോ. അപ്പോൾ അത്രയും നമ്മൾ വരച്ചെടുത്തതിന് ശേഷം സിസേഴ്സ് ഉപയോഗിച്ചിട്ട് അതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഡിസൈൻ ഈ ഒരു പ്രിങ്കിൾസിൻ്റെ ടിന്നിൻ്റെ മേലെ ഭാഗത്ത് ഇങ്ങനെ ആ ഒരു ഡിസൈൻ ഇങ്ങനെ താഴോട്ട് വരുന്ന രീതിയിലൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. ഞാനിതിങ്ങനെ ഒട്ടിക്കാൻ നോക്കിയപ്പോൾ അത് ഫുള്ളായിട്ട് ഇങ്ങനെ ആ ഒരു റൗണ്ടായിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത്രയേ ഉള്ളൂ, കുറച്ചൊരു സൈസ് കുറവാണ്. അപ്പോൾ അത് നമുക്ക് വേറൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതൊന്നിങ്ങനെ ഫെവിബോണ്ട് വെച്ചിട്ടൊന്ന് നീറ്റായിട്ട് ആ ഒരു നല്ല മേലെ ആ ഒരു റിങ് ഉണ്ടല്ലോ നമ്മൾ പ്രിങ്കിൾസിൻ്റെ ടിന്നിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ ഇത് ടിപ്പ് വരുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ബാക്കി ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒരു കുഞ്ഞ് പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിതിങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഒട്ടിക്കുമ്പോൾ അത്രക്കൊരു ഭംഗിയായിട്ട് കിട്ടുന്നില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഗ്ലിറ്റർ ഷീറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളിത് ഒട്ടിക്കുന്ന സമയത്ത് ആദ്യമേ ആ ഒരു പ്രിങ്കിൾസിൻ്റെ ആ ടിന്നിൻ്റെ റൗണ്ടായിട്ടുള്ള ഒരു ഭാഗം ഒന്ന് ഫുള്ളായിട്ട് മെഷർ ചെയ്തെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ സെയിം ആ ഒരു ഗ്ലിറ്റർ ഷീറ്റിൽ തന്നെ ഒരു റൗണ്ട് ഷേപ്പ് ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു പ്രിങ്കിൾസിൻ്റെ ടിന്നിൻ്റെ മേലെ ഭാഗത്തൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഓറഞ്ച് കളർ ഗ്ലിറ്റർ ഷീറ്റാണ്. എന്നിട്ട് അതിൽ നിന്ന് ഇതുപോലെ ഒരു കുഞ്ഞൊരു ഫയർ പോലൊരു ഡിസൈൻ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഞാനൊന്ന് ഒരുമിച്ച് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു നടുക്ക് ഭാഗത്തൊന്നിങ്ങനെ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ഗോൾഡൻ കളർ ഗ്ലിറ്റർ ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്നൊരു കുഞ്ഞു പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഒരു നടുക്ക് ഭാഗത്തൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു ഫയറിൻ്റെ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടിട്ട് മനസ്സിലായി കാണുമല്ലേ, ഒരു ക്യാൻഡിലിനെ പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് ആ ഒരു പ്രിങ്കിൾസിൻ്റെ ടിന്നിൻ്റെ സൈഡ്സ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ പിന്നെ ഞാനൊരു കുഞ്ഞൊരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു എഡ്ജസ് ഒന്ന് കവർ ചെയ്യാനായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫയറും കൂടെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ക്യാൻഡിലെ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടല്ലേ ഒരു ക്യാൻഡിലെ ഒരു ഫയറും അങ്ങനെ ക്യാൻഡിൽ ഉരുകി വരുന്ന ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്തെടുത്തപ്പം ഇനിയിപ്പോൾ നമുക്കിതിന് ആ ഒരു സ്റ്റാൻഡിൻ്റെ അവിടെ താഴെ ഭാഗത്ത് ഇങ്ങനെ കുറച്ചൊന്നും ഇങ്ങനെ ഭംഗി കൂട്ടാനായിട്ട് ഞാനിവിടെ എൻ്റെ കയ്യിൽ കുറച്ച് പഴയ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ലീവ്സൊക്കെ, അപ്പോൾ അതൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതൊക്കെ ആ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു ടൈമിലായിരുന്നു. നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ആ ഒരു ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ഒരു ഫസ്റ്റ് വീക്ക് തന്നെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഇതിലായിരുന്നു കേട്ടോ ട്രൈ ചെയ്തത്. നമുക്ക് ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സെൻറ്റർ പീസ് ആയിട്ട് ഒരു ഹോം ഡെക്കറൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തതായിരുന്നു. പക്ഷേ എനിക്കത് പിന്നീട് ആ ഒരു സമയത്ത് കുറേ തിരക്കൊക്കെ വന്നപ്പോൾ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഞാൻ ഇതിൻ്റെ ചുറ്റുമായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ലീവ്സ് ഒന്നും ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ഒട്ടിച്ചെടുക്കാം. പിന്നെ ഞാൻ ഇവിടെ ഇതുപോലെ കുറച്ച് വലിയൊരു ടൈപ്പ് സീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് ബട്ടർ ഫ്രൂട്ടിൻ്റെ സീഡ്സ് ആണെന്ന് തോന്നി, എനിക്ക് അത്ര ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ കുറച്ചെടുത്തിട്ട് ഗോൾഡൻ കളർ പെയിൻറ്റ് പിന്നെ അതുപോലെ റെഡ് കളർ പെയിൻറ്റൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഈ ഒരു ലീവ്സിൻ്റെ ഇടക്കായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആ ഒരു ലീവ്സ് മാത്രം ഇങ്ങനെ ഒട്ടിച്ചപ്പോൾ അത്രയ്ക്ക് ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നിയോണ്ടാണ് അതിൻ്റെ ഒരു ഫ്ലവർ ഒരു ബീഡ്സൊക്കെ ആയിട്ടൊന്നും ഇങ്ങനെ ഒട്ടിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലീവ്സ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പേപ്പർ കൊണ്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോൺസൊക്കെ ഒട്ടിച്ചു കൊടുത്താലും നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ ക്യാൻഡിലിന് ചുറ്റും ചെയ്തിട്ടുള്ള ഈ ഫ്ലവേഴ്സും സീഡ്സും ഒന്നും ഇല്ലാതെയും കുഴപ്പമില്ല കേട്ടോ, നല്ല ഭംഗി ഉണ്ടാവും. കാരണം നമ്മൾ ആ ഒരു പ്രിങ്കിൾസിൻ്റെ ടിന്ന് മാത്രം ഇതുപോലെ ഗ്ലിറ്റർ ഷീറ്റ് വെച്ച് ചെയ്താലും നല്ലൊരു ക്യാൻഡിൽ പോലെ നമുക്കൊരു ക്രാഫ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പക്ഷേ ഈ ടേബിൾ ഡെക്കറൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി അതിൻ്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ലീവ്സൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ സി ഡി യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് ഇതിൽ ലീവ്സും കാര്യങ്ങളൊന്നും ഒട്ടിക്കാൻ പറ്റില്ല, അത്രയും സ്പേസ് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ കാർഡ്ബോർഡാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു സൈസിൽ കട്ട് ചെയ്യുമ്പോൾ ആയിരിക്കും കുറച്ചുകൂടി ഭംഗിയും തോന്നും കേട്ടോ. എന്നിട്ട് നമുക്ക് അവിടെ കുറച്ചുകൂടി ഒക്കെ ഡെക്കറേഷൻസ് ചെയ്താലും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. കാരണം നല്ല കുറച്ച് സൈസുള്ള ടൈപ്പ് ഒരു ക്യാൻഡിലാണല്ലോ, അപ്പോൾ അതിൻ്റെ ചുറ്റും കുറച്ചും കൂടെ ഒക്കെ ഒരു രീതിയിൽ ചെയ്താലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും എന്നുള്ളത്. ഇപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഹോം ഡെക്കറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാണ് ആ ഒരു പ്രിങ്കിൾസിൻ്റെ ടിന്ന് കണ്ട സമയത്ത്. അപ്പോൾ ആ ഒരു ടിന്ന് മാത്രമായിട്ട് നമ്മൾ ഇതുപോലെ ക്യാൻഡിൽ പോലെ ചെയ്തെടുത്താലും ഭംഗിയുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു കൊറിഗേറ്റഡ് കാർഡ്ബോർഡും കൂടെ വെച്ച സമയത്താണ് കുറച്ചുകൂടി നല്ലൊരു ലുക്ക് തന്നെ വന്നിട്ടുള്ളതെന്ന്. നമ്മൾ ആ ഒരു ഗ്ലിറ്റർ ഷീറ്റിൽ ഇങ്ങനെ ആ ഒരു ഡിസൈനൊക്കെ ചെയ്തപ്പം നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. ക്യാൻഡിൽ ഇങ്ങനെ മെൽറ്റായിട്ട് ആ ഒരു വരുന്ന രീതിയിലായപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി ആ ഒരു സിൽവർ കളറിന് പകരം ഗോൾഡൻ കളർ യൂസ് ചെയ്താലും ഭംഗി ഉണ്ടാവും തോന്നുന്നു. എൻ്റെ കയ്യിലിപ്പോൾ ആ ഒരു കളർ ഇല്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സിൽവർ കളർ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനിത് ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ വന്ന സമയത്ത് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റൊന്നും തീരില്ല കേട്ടോ. പിന്നെ ഞാൻ സാധാരണ ആ സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നീട് ചെയ്യാറാണ്. പക്ഷേ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് തിരക്കിട്ട് ചെയ്തായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഒരുപാട് ഇങ്ങനെ ഇഷ്യൂസ് വന്നതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. ഞാൻ ആ ഒരു ന്യൂ ഇയറിൻ്റെ ഒരു ഫസ്റ്റ് വീക്കിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചതായിരുന്നു. അങ്ങനെ നമ്മൾ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രിങ്കിൾസിൻ്റെ ടിന്ന് വെച്ചിട്ട് നല്ലൊരു അടിപൊളിയായിട്ടൊരു ഹോം ഡെക്കറാണ് ചെയ്തിട്ടുള്ളത്. ഇത് ന്യൂ ഇയർ സ്പെഷ്യലായിട്ടും ക്രിസ്മസ് സ്പെഷ്യലായിട്ടും ഒന്നും അല്ല കേട്ടോ. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ടേബിൾ ഡെക്കറൊക്കെ ആയിട്ട് ഒരു സെൻറ്റർ പീസ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 3 ആഴ്ചയായിട്ട് വീഡിയോസ് ഒന്നും പ്രോപ്പറായിട്ട് ഇടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യൂസൊക്കെ ഭയങ്കര ഡൗൺ ആണ്. ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോസൊക്കെ ഇടാത്തതെന്ന് പറഞ്ഞിട്ട്. ഒരുപാട് ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസും പിന്നെ കുറേ ഭയങ്കര ബിസി ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതിരുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ 1-2 വീഡിയോസ് ഇട്ടിട്ട് അതിന് തീരെ വ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് കണ്ടിട്ട് തന്നെ എനിക്ക് പുതിയ വീഡിയോ ഇടാനേ തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് വീണ്ടും വീഡിയോസൊക്കെ ഇടാനൊക്കെ തോന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.